ഹായ് ഫ്രണ്ട്സ്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കലങ്കാവൽ എന്ന് പറയുന്ന പടം ഇന്ന് റിലീസായി. അത് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ആ പടം കണ്ടപ്പോൾ ഒരു മിക്സഡ് ഫീൽ ആണ് തോന്നിയത്. പോസിറ്റീവായിട്ട് പറയുന്നതിൽ നമ്പർ വൺ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ്. ഒരു പ്യുവർ നെഗറ്റീവ് ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ഈ പടത്തിൽ മമ്മൂട്ടി. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ പിടിച്ചിട്ടാണ് ഈ പടത്തില് ത്രൂ ഔട്ട്. ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രം സ്ലാങ് അത് രാജമാണിക്യത്തിലൊക്കെ കണ്ട പോലത്തെ ഒരു ട്രിവാൻഡ്രം സ്ലാങ് അല്ല. ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു രീതിയിലുള്ള ട്രിവാൻഡ്രം സ്ലാങ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഇന്റർവെല്ലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ ഗ്ലോറിഫൈ എങ്ങാനും ചെയ്യോ ടൈലന്റിക്കൊക്കെ എത്തുമ്പോൾ. ഇതിന്റെ റൈറ്ററുടെ പ്രീവിയസ് വർക്കായിട്ടുള്ള കുറിപ്പില് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ടൈലന്റില് അത്രയും ഒരു ഫിഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു റിയൽ ക്യാരക്ടറാണല്ലോ കുറിപ്പ്. അയാളെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ടൈലന്റിൽ. അതുപോലെയൊക്കെ ആവുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷെ പിന്നീട് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ എഗെയിൻ ടൈലന്റ് എത്തിയപ്പോൾ പിന്നെയും ഒരു ഒരു സെക്കൻഡ് പാർട്ടിനൊക്കെ ലീഡ് വരുന്ന രീതിയിൽ അവസാനിപ്പിച്ച് ആ ക്യാരക്ടറിനെ ഗ്ലോറിഫൈ ചെയ്ത പോലെ തന്നെ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ബിൽഡപ്പ് കാര്യങ്ങളൊന്നും സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വല്ലാണ്ട് ഒരു ക്ലാസ് എടുക്കുന്ന പോലെ, ഒരു ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന പോലെ ഭയങ്കര ഡോക്യുമെന്ററി ആയി. പിന്നെ വിനായകൻ ഈ പടത്തിലുണ്ടല്ലോ. വിനായകൻ ചെയ്യുന്നെല്ലാം കുറുമ്പുകളാണ്. പക്ഷെ വിനായകനെ സ്ക്രീനിൽ കണ്ട ആളുകൾക്ക് വാത്സല്യം തോന്നുന്നൊക്കെയാണല്ലോ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ. ഈ പടത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഈച്ചേട്ടൽ ഫീൽ ആണ് തോന്നിയത്. ഈ ജയിലറിലൊക്കെ അത്രയും സ്വാഭാവികമായിട്ട് അഭിനയിച്ച ആള് ഈ പടത്തിൽ വരുമ്പോൾ എയർ പിടുത്തവും കൺട്രോൾ ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ തോന്നി. സബ്റ്റിൽ ആക്ടിങ് ഒക്കെ ഓക്കെ, പക്ഷെ സബ്റ്റിൽ ആക്ടിങ് ആണെന്ന് കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്ത അത് മോശമായില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഈ ദൃശ്യം 2 ആന്റണി പെരുമ്പാവൂരൊക്കെ അഭിനയിച്ച ഒരു ലെവല്, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഈ പടത്തിൽ കണ്ടപ്പോ. ഒരു ക്യാരക്ടർ ആണെങ്കിലും ഒരു മണ്ടൻ ക്യാരക്ടറാണ്. വരുന്നു, എന്തൊക്കെ ചോദിക്കുന്നു, പോണു, പിന്നെയും വരുന്നു, ചോദിക്കണു, പോണു, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാണ്. നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഈ പടം സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഒരു സ്റ്റഡി ക്ലാസ് പോലെ എനിക്ക് തോന്നി. ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. സ്റ്റോറി ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ. പിന്നെ ടൈലന്റ് നേരത്തെ പറഞ്ഞില്ല, ഒരു ആവശ്യമില്ലാത്ത കലങ്കാവൽ 2 എന്ന് എഴുതി കാണിച്ചില്ല, അതെന്തോ ഭാഗ്യം. ബാക്കിയെല്ലാം കാണിച്ചു. മൊത്തത്തിലൊരു മിക്സഡ് ഫീൽ ആണ്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോ വല്ലാണ്ട് ഗ്രാഫ് താഴെ പോയ പോലെ ഒരവസ്ഥ. മൊത്തത്തില് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. അതിനപ്പുറത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചൊരു ലെവലിലേക്ക് സിനിമയൊന്നും വന്നില്ല. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. ബൈ.